ഞാൻ ദേവി ദേവത. വെൽക്കം ടു മൈ ചാനൽ ദേവി ദേവമോഹനം. അപ്പോൾ ഇന്ന് ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് പല സ്ഥലത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായി. പലരും ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഇതെങ്ങനെയാണ് അറിയുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ചിട്ട്. എനിക്ക് ഈ ജേണിയെക്കുറിച്ച് അറിയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാനൊരു ട്വിൻ ഫ്ലെയിമാണ്. ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ട്വിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ച് ആധികാരികമായി ഒരു വീഡിയോ ചെയ്യാൻ കഴിയൂ. കാരണം ട്വിൻ ഫ്ലെയിംസ് മാത്രമാണ് ആ ജേണി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പലർക്കും അത് കേട്ടുള്ള അറിവുകൾ കൊണ്ട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് അംഗീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർ എന്തായിരുന്നാലും ഹയർ സോൾസ് ആയിരിക്കും. ഹയർ സോൾസ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസിന് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനൊരു ജേണി ഉണ്ട്, ഇങ്ങനൊരു ജേണി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. എസ്പെഷ്യലി ആധികാരികമായി ആ ജേണിയെക്കുറിച്ചിട്ട്, അതിൻ്റെ ഫേസസിനെ കുറിച്ചിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്തെന്ന് വെച്ചാൽ, പല ചാനലിലും കാണുകയാണ് ട്വിൻ ഫ്ലെയിംസ് ഒന്നൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ പല സ്ഥലത്തും കേൾക്കേണ്ടായി. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ആ ജേണിയിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ജേണിയിലല്ലാത്തവർ, അല്ലെങ്കിൽ ആ ജേണിയെക്കുറിച്ച് മനസ്സിലാക്കാൻ തക്ക ആത്മീയ ഉയർച്ചയിലെത്തിയിട്ടില്ലാത്തവർ, അങ്ങനെ ഒരു ജേണി ഇല്ല എന്ന് പറയാൻ അവർക്ക് എന്ത് റൈറ്റാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു കാര്യം മനസ്സിലാക്കട്ടെ, നമ്മൾ ഒരു ജേണിയിൽ ആണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആ ജേണിയിൽ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ അത് മനസ്സിലാക്കുന്ന കുറച്ച് ഹയർ ലെവൽ സോൾസ് ഉണ്ടാവും. ആ ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവും. കാരണം അവർക്ക് അത് മനസ്സിലാക്കാനുള്ള അവരുടെ സോളിന് അത്രയും ഉയർച്ചയുണ്ട്. അത്രയും അസെൻഡ് ചെയ്ത് അത്രയും ഹൈ ലെവൽ നിൽക്കുന്ന സോൾസിന് മാത്രമാണ് നമ്മൾ ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവുന്നത്. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവരുടെ ആ ഒരു സോളിന്, ആ ഒരു സോൾ മെച്യൂരിറ്റി അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്. പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്കിങ്ങനെ അറിയില്ല, എനിക്കിങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനൊരു ജേണി ഇല്ല എന്ന് പറയാൻ ആർക്കും ഒരു റൈറ്റ് ഇല്ല. ഇപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് ജേണീസ് ഉണ്ടാവും, എനിക്കറിയാത്ത പല കാര്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് പലരും പറയുന്നുണ്ടാവും. പക്ഷേ അതില്ല എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ല. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള, വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, വളരെ ഹൈ ലെവലിലെത്തിയ ഒരു സോള് മാത്രമാണ് സ്പ്ലിറ്റായിട്ട് രണ്ടായിട്ട് ഭൂമിയിൽ വരുന്നത്, രണ്ടു പേരായിട്ട് വരുന്നത്. അപ്പോൾ അവർ അത്രയും ഹൈ ലെവൽ സോൾസാണ്. അതുകൊണ്ട് തന്നെ അവർ പല ജന്മങ്ങളെടുത്ത് പല എക്സ്പീരിയൻസ് ഉള്ളവരും, അവർ വളരെയേറെ ഒരുപാട് അസെൻഷൻ്റെ ഫേസസ് കഴിഞ്ഞിട്ട് എത്തുന്ന സോൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. അതിനൊരു കാരണമുണ്ട്. അവരുടെ സോൾസ് യൂണിവേഴ്സിൻ്റെ സോളായിട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്നാണ് മെസ്സേജ് ചാനൽ ചെയ്തെടുക്കുന്നത്. പലർക്കും അത് ബുക്സിൽ നിന്ന് വായിച്ചതോ ഏതെങ്കിലും ചാനലിൽ നിന്ന് കണ്ട അറിവോ മാത്രമായിരിക്കത്തില്ല. അവരുടെ സോളിനുള്ള വിസ്ഡമാണത്. സ്പിരിച്വൽ വിസ്ഡം. നോളേജ് വേറെയാണ്, വിസ്ഡം വേറെയാണ്. ഏതെങ്കിലും ഒരു ചാനൽ കണ്ടിട്ട് മനസ്സിലാക്കുന്നതല്ല ട്വിൻ ഫ്ലെയിം ജേണി. അത് നമ്മുടെ സോൾ നമുക്ക് ആദ്യം പറഞ്ഞു തരുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള നോളേജ് നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഈ ജേണിയിൽ തന്നെ പല പ്രാവശ്യമായിട്ട് നമുക്ക് പല രീതിയിലുള്ള അറിവുകൾ, ജ്ഞാനം, അതായത് നോളേജ് അല്ല വിസ്ഡം നമുക്കിത് കിട്ടും. എന്നിട്ട് അത് സത്യമാണ് എന്ന് കാണിക്കാനുള്ള ഒരുപാട് നോളേജ് നമ്മുടെ മുന്നിൽ യൂണിവേഴ്സ് കൊണ്ടുതരും. അത് ചാനൽ വഴിയായിരിക്കാം, ഏതെങ്കിലും ആൾക്കാർ വഴിയായിരിക്കാം, ബുക്സ് വഴിയായിരിക്കാം, എങ്ങനെയാണെങ്കിലും. അല്ലെങ്കിൽ തന്നെ യൂണിവേഴ്സ് പല രീതിയിൽ നമുക്കതിന് സയൻസ് തരും. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതിന് ആദ്യം യൂണിവേഴ്സായിട്ട് കണക്റ്റ് ചെയ്യണം, നമ്മൾ ദൈവമായിട്ട് കണക്റ്റ് ചെയ്യണം. അങ്ങനെ കണക്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ജേണിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്, ഈ ജേണിയിൽ വരുന്നത്. ഈ ജേണി എടുത്ത് വരുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവൂ. അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ അവരൊരു ഹൈ ലെവൽ സോൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഇവർ പറയുന്നത് എന്നൊന്നും പലർക്കും മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു കാര്യമുണ്ടോ, അതെങ്ങനെ സംഭവിക്കും, അത് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ പറയും. ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞാൽ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അത് ഒരു മാജിക്കൽ ആയിട്ടുള്ള ജേണിയാണ്. അതിൽ വളരെ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാറ്. നോർമൽ ലൈഫിൽ ഓർഡിനറി ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല ട്വിൻ ഫ്ലെയിംസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മിറക്കിൾസ് ഉണ്ട്. മാജിക്കലാണ് അവരുടെ ജേണി.
അവർക്ക് ഒരുപാട് മിറക്കിൾസ് അവർ ദിവസവും അനുഭവിക്കാറുണ്ട്. അതൊരു ഓർഡിനറി പേഴ്സണ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് കാരണമാണ് ഇത് ആരടുത്തും പറയരുത് എന്ന് ട്വിൻ ഫ്ലെയിംസിന് പലപ്പോഴും തോന്നാറുള്ളത്. പക്ഷേ ട്വിൻ ഫ്ലെയിം ചാനൽസിൽ കൂടിയും അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് അവരുടെ ചാനലിൽ കൂടിയും പുറത്ത് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് അത് മറ്റുള്ള ട്വിൻ ഫ്ലെയിംസിനെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പെട്ടെന്ന് അവേക്കൻഡ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അവർക്ക് വിസ്ഡമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്നത് സത്യമാണ് എന്ന് പറയാനെങ്കിലും ഞങ്ങളെ യൂണിവേഴ്സ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ ട്വിൻ ഫ്ലെയിംസായി ഞങ്ങൾ ചാനലിൽ കൂടി ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു തന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് ആരും പറഞ്ഞു തരണ്ട. ട്വിൻ ഫ്ലെയിംസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോളിന് തന്നെ അറിയാം നമ്മൾ ട്വിൻ ഫ്ലെയിം ആണ് എന്നുള്ളത്. നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആരെന്നുള്ളതും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ യൂണിവേഴ്സാണ് കൊണ്ടുതരുന്നത്. അല്ലാതെ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരികയാണ് ഇതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. അതല്ല സത്യം. നമുക്കൊരു ടാരോ റീഡിങ്ങിൽ പോലും ട്വിൻ ഫ്ലെയിമിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ സോളിനറിയാം നമ്മുടെ ട്വിൻ ഫ്ലെയിം ആരാന്ന്. അത് വേറൊരാൾ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ജേണി എടുത്താണ് വരുന്നത്. അത് മനസ്സിലാക്കുന്നത് കൂടുതലും ഡിവൈൻ ഫെമിനിൻസ് ആയിരിക്കും. കാരണം ഡിവൈൻ ഫെമിനിൻസ് ആയിരിക്കും ആദ്യം അവേക്കൻഡായി വരുന്നത്. അപ്പോൾ അവർക്കായിരിക്കും അറിയുന്നത് അവരുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആരാണ്. എന്നിട്ട് അവരായിരിക്കും ആദ്യം ഈ ജേണി ലീഡ് ചെയ്ത് പോകുന്നതും. ജേണിയിൽ ഓരോ ഫേസസ്, നമ്മുടെ ജേണിയിൽ ഒരു ഫേസ് കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നമുക്കത് ഒരു ടീച്ചറും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ ഏത് ഫേസിലാണ് ജേണിയുടെ എന്ന്. നമുക്ക് സ്വയം മനസ്സിലാവും, ഓക്കെ ഞാനിപ്പോൾ ഈ ജേണിയിലാണ്. കാരണം ഈ ജേണി ഒരു ഫേസിലുള്ളതല്ല, പല പല ഫേസസ് കഴിഞ്ഞിട്ടാണ് ജേണി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജേണിയിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് ഫേസിലാണെന്ന്. പലപ്പോഴും നമ്മളെ ഡിവൈൻ മാസ്കുലിൻ എങ്ങനെയാണ് അവർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. കാരണം അത് അത്ര ഡിവൈനായിട്ടുള്ള ജേണിയാണ്, അത്ര കണക്റ്റഡ് ആണ് നമ്മൾ നമ്മുടെ കൗണ്ടർ പാർട്ടുമായിട്ട്. അത് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അതാണ് സത്യം. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇത് വെറും ഒരു റൊമാൻറ്റിക് ജേണി എന്നല്ല, ഇതൊരു സ്പിരിച്വൽ ജേണിയാണ്. അറ്റ് ദ സെയിം ടൈം അത് റൊമാൻറ്റിക്കും ആവും, ചിലപ്പോൾ പ്ലേറ്റോണിക്കും ആവും, രണ്ടും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരേത് സോൾ കോൺട്രാക്റ്റാണ് എടുത്തിട്ട് വന്നേക്കുന്നത്, അവരെങ്ങനത്തെ സോൾസാണ്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് ആണോ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. അത് വേറൊരാൾക്കും അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കും അവരെ ജേണി പോകുന്നത്. അവരെ എപ്പോഴും അവരെ ഗൈഡ് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ട്, ദൈവങ്ങളുണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, അവരുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ ഹയർ സെൽഫും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു ടീച്ചറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഓരോ സ്റ്റേജിലും എന്തെങ്കിലും ഒരു ഗൈഡൻസിന് യൂണിവേഴ്സ് തന്നെ ഏതെങ്കിലും ടീച്ചേഴ്സിനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാം. നമുക്ക് അവരെ നിന്ന് കുറച്ച് ഗൈഡൻസ് കിട്ടാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ടീച്ചറിനെ ആയിരിക്കത്തില്ല ഫോളോ ചെയ്യുന്നത്. ഒരാളും ഒരു ചാനൽ തന്നെ ഫോളോ ചെയ്ത് പോകുന്നു എനിക്കറിയില്ല. കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസും യുണീക്കാണ്, ഓരോരുത്തരുടെ എക്സ്പീരിയൻസും അവരുടേതാണ്. ഇപ്പോൾ ഒരാളൊരു ചാനലിൽ വന്ന് പറയുകയാണ് യൂണിയൻ സംഭവിക്കില്ല എന്ന് പറയുന്നെങ്കിൽ അവർക്ക് യൂണിയൻ നടക്കാത്ത ഒരാളായിരിക്കാം. യൂണിയൻ സംഭവിക്കും എന്ന് പറയുന്ന ഒരാളുടെ യൂണിയൻ നടന്നതായിരിക്കാം. അപ്പോൾ അവരെല്ലാം അവരുടെ ജേണി വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഏതെങ്കിലും ട്വിൻ ഫ്ലെയിംസ് ഇത് കാണുകയാണെങ്കിൽ എനിക്ക് അവരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ഒരു സോളിനെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ, യൂണിവേഴ്സിനെ, നിങ്ങളുടെ സോളിനെ. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സോള് പറയും നിങ്ങളിപ്പോൾ ഏത് ഫേസിലാണ്, നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ ആരാണ്. അവേക്കൻഡ് ആയാൽ രണ്ടുപേർക്കും അത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരാൾ പറയുകയാണ് യൂണിയൻ ആവില്ല, ഒരാൾ പറയുന്നു യൂണിയൻ ആവും. നിങ്ങളുടെ സോളിനറിയാം നിങ്ങളുടെ യൂണിയൻ എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ മിഷൻ എന്താണ്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് സ്വയം നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല, ഓർഡിനറി ആളായിട്ട് വന്നാൽ മതി. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പവറാണ്, നമുക്ക് എന്തുമാത്രം പവർ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഒരു ടാരോ കാർഡ് റീഡേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ടാരോ കാർഡ് റീഡേഴ്സിന് പറ്റും. അല്ലാതെ സാധാരണ ഒരു ടാരോ കാർഡ് റീഡറിനെ നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. അവർക്ക് നമ്മളെ ജേണിയെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അവർ വളരെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു സോളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഗൈഡ് ചെയ്ത് തരാൻ പറ്റിയെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളെ സോളിനെ ഫോളോ ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിനെ ഫോളോ ചെയ്യുക, മുന്നോട്ട് പോവുക. അല്ലാതെ ചില ട്വിൻ ഫ്ലെയിംസ് നമ്മൾ വളരെ ബ്രേവ് ആയിട്ടുള്ള സോൾസാണ്, നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഉള്ളത് യൂണിവേഴ്സാണ്, ദൈവമാണ്. അല്ലാതെ നമ്മുടെ ഈ ജേണിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നവരല്ല. നമ്മളെ ഈ ജേണിയിൽ നിന്ന് മാറ്റാൻ പലരും ശ്രമിച്ചെന്നിരിക്കാം. നമ്മളപ്പോഴും നമ്മുടെ സോളിനെ വേണം ഫോളോ ചെയ്യാൻ.
നമ്മളെ സോളിനെ ഫോളോ ചെയ്ത് നമ്മൾ പോവാണ് വേണ്ടത്. കാരണം നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന ആൾ നമ്മൾ തന്നെയാണത്, വേറൊരാളല്ല. നമ്മൾ തന്നെയാണത്, നമ്മുടെ മിററാണത്. അപ്പോൾ നമ്മൾ ഹീലാവുമ്പോൾ നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടും അതേസമയം ഹീലാവുകയാണ്. നമ്മൾ ഒരു സോളായിട്ട് എന്തിനാണ് വന്നേക്കുന്നത്? നമ്മൾ ഒരു സോൾ സ്പ്ലിറ്റായിട്ട് എന്തിനാണ് വന്നേക്കുന്നത്? നമ്മൾ ഒരു സോളായിട്ട് എന്തുകൊണ്ട് വന്നില്ല? കാരണം ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളെ സോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആരും മനസ്സിലാക്കി നമ്മുടെ മിഷൻ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ വരില്ല. അപ്പോൾ നമ്മുടെ എല്ലാ കർമാസും തീർക്കാനായിട്ട് നമ്മൾ ഡബിൾ ഇൻകാർണേഷൻ എടുത്ത് വന്നിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് കർമാസ് തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കർമ്മ തീർക്കുക, അതേപോലെ നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടും അവരുടെ കർമ്മ അവിടെ തീർക്കുകയാണ്. നമ്മൾ അവരെ ചേസ് ചെയ്യാൻ പാടില്ല. ശരിയാണ്, നമുക്ക് നല്ല സെപ്പറേഷൻ്റെ പെയിൻ ഉണ്ടാവും, ചേസ് ചെയ്യാൻ തോന്നും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ നമ്മളെ സോളിൻ്റെ അടുത്ത് പറയേണ്ടത് അവർ നമ്മൾ തന്നെയാണ്, അവർ വേറൊരാളല്ല. അവരും അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യട്ടെ, ശല്യം ചെയ്യേണ്ട. സമയമാകുമ്പോൾ അവർ നമ്മളടുത്ത് വന്നിരിക്കും. അത് 100% ഷുവറാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.